നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഖരാസുരന്റെ മോക്ഷപ്രാപ്തി. കഠിനമായ തപസ്സിനൊടുവിൽ ഖരൻ മഹാദേവനിൽ അലിഞ്ഞുചേർന്ന് സായുജ്യമുക്തി നേടിയ ആ വിസ്മയകരമായ കഥ. ഏറ്റുമാനൂർ എന്ന പേരിന്റെ പിന്നിൽ ഭഗവാൻ ശിവൻ ദിവ്യമായ മാനിനെ കൈകളിൽ ഏറ്റിയ ഊർ എന്ന അർത്ഥത്തിൽ ഈ പുണ്യഭൂമിക്ക് എങ്ങനെ ഏറ്റുമാനൂർ എന്ന പേര് ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. 3 ക്ഷേത്രദർശനത്തിന്റെ പുണ്യം. വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിന്റെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. ദക്ഷിണ കാശി. എന്തുകൊണ്ടാണ് വൈക്കം, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളെ കേരളത്തിന്റെ ദക്ഷിണ കാശി എന്നു വിളിക്കുന്നത്? അതിനു പിന്നിലെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യമായ 3 ഭാവങ്ങൾ. വൈക്കത്തെ ത്രികാല ഭാവങ്ങളും ഏറ്റുമാനൂരിലെ അതീവ ചൈതന്യവാനായ അഘോരമൂർത്തി സങ്കല്പവും കടുത്തുരുത്തിയിലെ രൗദ്ര വാത്സല്യഭാവങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. മഹോത്സവങ്ങൾ. വൈക്കത്തഷ്ടമി, ഏറ്റുമാനൂരിലെ വിഖ്യാതമായ ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത്, കടുത്തുരുത്തിയിലെ വലിയ തിരുവുത്സവം എന്നിവയെക്കുറിച്ചുള്ള ലഘുവിവരണം ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നു. ക്ഷേത്രദിനചര്യകൾ. പുലർച്ചെ ആരംഭിക്കുന്ന പള്ളി ഉണർത്തൽ മുതൽ രാത്രിയിലെ അത്താഴ ശ്രീബലി വരെയുള്ള 3 മഹാക്ഷേത്രങ്ങളിലെയും പൂജാക്രമങ്ങളും സമയക്രമങ്ങളും നമുക്ക് നോക്കാം. പ്രധാന വഴിപാടുകളുടെ മഹിമ. വൈക്കത്തെ പ്രസിദ്ധമായ പ്രാതൽ, ഏറ്റുമാനൂരിലെ വലിയ വിളക്ക്, കടുത്തുരുത്തിയിലെ സവിശേഷ പൂജകൾ എന്നിവ ഭക്തർക്ക് നൽകുന്ന ഐശ്വര്യം എത്രത്തോളമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമഃ ശിവായ. കഴിഞ്ഞ വീഡിയോയിൽ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഖരൻ പ്രതിഷ്ഠ നടത്തിയതിനെക്കുറിച്ചും അവൻ നടത്തിയ ഘോര തപസ്സിനെക്കുറിച്ചും നാം വിശദമായി ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഗുരുവായ വ്യാഘ്രപാദ മഹർഷി അവനെ ചിദംബരത്തിലേക്ക് പോയി തപസ് ചെയ്യാൻ ഉപദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഭാഗത്തിൽ ഖരന്റെ ആത്മീയ യാത്രയുടെ പര്യവസാനം എന്തായിരുന്നു, അവൻ എങ്ങനെ മോക്ഷം പ്രാപിച്ചു, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നീ കാര്യങ്ങൾ നാം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കും. ഖരന്റെ ജീവിതം നമുക്ക് ഒരു വലിയ ആത്മീയ പാഠമാണ് നൽകുന്നത്. ഭക്തിയും തപസ്സും ഏകാഗ്രതയും ചേർന്നാൽ ഏതൊരാൾക്കും വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും എന്ന സത്യം. ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് ഖരൻ അവിടെ വിശ്രമിക്കുമ്പോൾ സ്വർണ്ണനിറത്തിൽ തിളങ്ങുന്ന ഒരു മാൻ അതിവേഗത്തിൽ അവന്റെ മുന്നിലൂടെ ഓടി. സത്യത്തിൽ അത് ഒരു സാധാരണ ഒരു മാനായിരുന്നില്ല, സ്വർണ്ണനിറത്തിൽ തിളങ്ങുന്ന അതുല്യ സൗന്ദര്യമുള്ള ഒരു ദിവ്യരൂപമായിരുന്നു. മാനിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഖരൻ അതിനെ പിടിക്കാനായി പിന്നിലേക്ക് ഓടി. മാൻ അതിവേഗത്തിൽ വഴുതിമാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഒടുവിൽ ഭക്തിയുടെ ശക്തിയാൽ ഖരൻ മാനിനെ തന്റെ കൈകളിൽ ഏറ്റെടുത്തു. ആ ദിവ്യനിമിഷത്തിൽ ഭഗവാൻ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ഖരനോട് അരുളിച്ചെയ്തു, ഖരാ, നിന്റെ ഭക്തി പൂർണ്ണമായിരിക്കുന്നു. ഇനി നിനക്ക് അസുരജന്മത്തിന്റെ ഭാരമില്ല, നീ എന്നിൽ ലയിച്ചു ചേരുക. ഭഗവാന്റെ ദിവ്യസ്പർശം ലഭിച്ച ആ നിമിഷത്തിൽ ഖരന്റെ അസുരരൂപം അപ്രത്യക്ഷമായി. അദ്ദേഹം ഒരു ദിവ്യപ്രകാശമായി മാറി ഭഗവാനിൽ ലയിച്ചു ചേർന്നു. ഇത് സാധാരണ മരണമല്ല, സായുജ്യമുക്തി അഥവാ ഭഗവാനിൽ തന്നെ അലിഞ്ഞുചേരുന്ന പരമോന്നത മോക്ഷം. ഖരൻ പിടിച്ച ആ മാനിനെ ഭഗവാൻ തന്റെ ഇടതുകൈയിൽ തന്നെ പ്രതിഷ്ഠിച്ചു. ഇന്നും ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹത്തിൽ ഭഗവാൻ മാനിനെ കൈയിൽ പിടിച്ചു നിൽക്കുന്ന രൂപം കാണാം. മാനിനെ ഏറ്റിയ ഊർ, അതായത് മാനിനെ കൈകളിൽ എടുത്ത സ്ഥലം എന്ന അർത്ഥത്തിൽ ഈ പ്രദേശത്തിന് ഏറ്റുമാനൂർ എന്ന പേര് ലഭിച്ചു. ഈ ദിവ്യകഥ ഇന്നും ഭക്തരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഖരൻ പ്രതിഷ്ഠിച്ച 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് അതീവ പുണ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏറ്റുമാനൂർ കേരളത്തിലെ മഹാദേവ ക്ഷേത്രങ്ങളിൽ വൈക്കത്തിനും ഏറ്റുമാനൂരിനും ദക്ഷിണ കാശി എന്ന പദവി കൽപ്പിക്കപ്പെടുന്നു. ഇതിനു പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഭഗവാന്റെ സാന്നിധ്യം. ഉത്തരേന്ത്യയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തുല്യമായ ചൈതന്യവും പ്രാധാന്യവും ഈ ക്ഷേത്രങ്ങൾക്കുണ്ടെന്ന വിശ്വാസം. രണ്ടാമതായി, മോക്ഷപ്രാപ്തി. കാശിയിൽ ദർശനം നടത്തുന്നതുപോലെ തന്നെ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ എന്നീ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യകരമാണെന്ന് വിശ്വസിക്കുന്നു.
കാശി എന്നാൽ അറിവിന്റെയും വെളിച്ചത്തിന്റെയും നഗരം എന്നാണ് അർത്ഥം. വൈക്കത്ത് ഭഗവാൻ ദക്ഷിണാമൂർത്തിയായി അറിവ് നൽകുമ്പോൾ ഏറ്റുമാനൂരിൽ വലിയ വിളക്കിന്റെ രൂപത്തിൽ അജ്ഞാനത്തെ നശിപ്പിച്ച് ഭക്തർക്ക് വഴികാട്ടുന്നു. കാശിയിൽ പോയി മരിക്കുന്നത് മോക്ഷത്തിന് കാരണമാകുന്നതുപോലെ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ദർശനം പൂർത്തിയാക്കുന്നത് ഒരു ജന്മത്തിലെ സകല പാപങ്ങളും അകറ്റി മോക്ഷം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആധുനിക വിശ്വാസമനുസരിച്ച് രാവിലെ വൈക്കത്തപ്പനെ ദർശിച്ച ശേഷം ഉച്ചപൂജ സമയത്ത് കടുത്തുരുത്തിയിൽ മഹാദേവനെ സന്ദർശിക്കുകയും തുടർന്ന് വൈകുന്നേരം ഏറ്റുമാനൂരപ്പനെ ദർശിച്ച് യാത്ര സമാപിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒരു ദിവസത്തിനുള്ളിൽ ഈ 3 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഭക്തന്റെ മനസ്സിനും ജീവിതത്തിനും സമാധാനം, വിജയം, തടസ്സനിവാരണം എന്നിവ നൽകുന്ന ആത്മീയ അനുഭവമായി കരുതപ്പെടുന്നു. ഇനി നമുക്ക് വൈക്കം ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ അറിയാം. ഖരാസുരൻ തന്റെ വലതുകൈയിൽ കരുതിയിരുന്ന ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം. ശിവലിംഗം വെച്ച സ്ഥലം എന്നതിൽ നിന്നാണ് വൈക്കം എന്ന പേരുണ്ടായത്. അന്നദാന പ്രഭു എന്ന പേരിലും വൈക്കത്തപ്പൻ അറിയപ്പെടുന്നു. കാശിയിൽ അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യം ഉള്ളതുപോലെ വൈക്കത്ത് ഭക്തർക്ക് അന്നം നൽകുന്നത് വലിയ പുണ്യമായി കരുതപ്പെടുന്നു. വൈക്കം ക്ഷേത്രത്തിൽ 3 രൂപങ്ങളിലാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഓരോ സമയത്തും ഭഗവാന്റെ അലങ്കാരവും നിവേദ്യവും ഈ സങ്കല്പത്തിന് അനുസരിച്ചാണ് ഒരുക്കുന്നത്. വൈക്കത്തെ ഉദയപൂജ സമയത്ത് ഭഗവാൻ വിദ്യയുടെയും ജ്ഞാനത്തിന്റെയും അധിപനായ ദക്ഷിണാമൂർത്തിയായി വാഴുന്നു. ശാന്തസ്വരൂപനായ ഈ ഭാവം കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അതീവ അനുഗ്രഹദായകമാണ്. വലിയ പരീക്ഷയ്ക്ക് മുൻപോ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒരാൾ വൈക്കത്തപ്പനെ ദർശിക്കാൻ പോകുന്നത് കൂടുതൽ യുക്തിസഹമാണ്. കാരണം ദക്ഷിണാമൂർത്തി ഭക്തന്റെ ബുദ്ധിയെ ഉണർത്തുന്നു. ഇനി നമുക്ക് ഉച്ചപൂജയെപ്പറ്റി നോക്കാം. ഉച്ചപൂജ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിലെ ഉച്ചസമയം അല്ല. 10:30 മുതൽ 11 മണിവരെ ക്ഷേത്രം ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതുവരെയുള്ള സമയമാണ്. ഉച്ചപൂജാ സമയത്ത് ഭഗവാൻ വേട്ടക്കാരന്റെ വേഷത്തിലാണ്. അർജുനനെ പരീക്ഷിക്കുകയും ഒടുവിൽ പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത വീര്യത്തിന്റെ ഭാവമാണിത്. ഇതിൽ വീര്യമുണ്ട്, പക്ഷേ അത് സ്നേഹത്തോടു കൂടിയ ഒരു പരീക്ഷണമാണ്. ഒരു യോദ്ധാവിനെപ്പോലെ കഠിനമായി പൊരുതി വിജയം കൈവരിക്കാനുള്ള ഊർജ്ജമാണ് കിരാതമൂർത്തി നൽകുന്നത്. ശത്രുദോഷം മാറാനും കാര്യവിജയത്തിനുമായി ഈ സമയത്ത് ദർശനം നടത്തുന്നു. ഒരു പോരാളിയാകാനുള്ള കരുത്തും അറിവും ഈ ദർശനം നൽകുന്നു. ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ നേരിടുന്ന തടസ്സങ്ങൾ നീക്കാനാണ് കിരാതമൂർത്തിയെ ദർശിക്കുന്നത്. ഉദാഹരണത്തിന് ജോലിയിൽ ഉയർച്ച, ബിസിനസ്സിലെ വിജയം തുടങ്ങിയ കാര്യങ്ങൾക്കായി. ഇനി നമുക്ക് വൈകുന്നേരത്തെ പൂജയെ പരിചയപ്പെടാം. വൈകുന്നേരം ദീപാരാധന സമയത്ത് ഭഗവാൻ അതീവ ചൈതന്യവാനായ സംഹാരരൂപിയായാണ് ഭക്തന് ദർശനം നൽകുന്നത്. ലോകത്തെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ സംഹാരരുദ്രനായി നിൽക്കുന്ന ഭാവം. ഈ സമയത്തെ ദർശനം സർവ്വപാപങ്ങളും കഴുകിക്കളയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാപമോചനം ലഭിക്കുന്ന ദർശനമായി ഇത് കരുതപ്പെടുന്നു. ഒരു മനുഷ്യൻ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും ഭഗവാന്റെ സംഹാരശക്തിയാൽ ഭസ്മീകരിക്കപ്പെടുന്നു. കടുത്ത അച്ചടക്കവും ഭക്തിയും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണിത്. ദീപാരാധനയിലെ വെളിച്ചത്തിൽ ഭഗവാന്റെ തേജസ് കാണുമ്പോൾ ഭക്തർക്ക് അവരുടെ ആന്തരിക മാലിന്യങ്ങൾ എരിഞ്ഞുപോകുന്ന ഒരു അനുഭൂതി ലഭിക്കുന്നു. ഇനി നമുക്ക് വൈക്കം ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. വൈക്കത്തഷ്ടമി 12 ദിവസം നീളുന്ന ഒരു മഹോത്സവമാണ്. ഉത്സവം കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്നു. തുടർന്ന് അരട്ടുപുറ വഴിപാട് നടത്തുകയും അവിടെ നിന്ന് തിരിച്ചുവരവോടെ ആഘോഷങ്ങൾ തുടരുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദീപാരാധനയും വേദപാരായണവും നടക്കുന്നതിനൊപ്പം നൃത്തകലകളും ഉണ്ടായിരിക്കും. ഇത് ഉത്സവത്തിന് കൂടുതൽ ഭംഗി പകരുന്നു. ആയിരക്കണക്കിന് ഭക്തർ ഈ മഹോത്സവത്തിൽ പങ്കുചേരാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു. ഉത്സവത്തിന്റെ പ്രധാന ദിനമായ അഷ്ടമി ദിവസത്തിൽ വൈക്കം, ഉദയനാപുരം, പണിച്ചിക്കാട് ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടത്തി ആഘോഷം സമാപിക്കുന്നു. വൈക്കം ഒരു ശിവക്ഷേത്രമായതിനാൽ ശിവരാത്രി ഇവിടെ വളരെ ഭക്തിപൂർണമായി ആചരിക്കുന്നു. ഈ ദിവസം ഭക്തർ രാത്രി ഉറങ്ങാതെ പ്രാർത്ഥനകളും ജപങ്ങളും നടത്തുന്നു. പ്രത്യേക അഭിഷേകങ്ങൾ നടക്കുകയും ധാരകൾ, ജലധാര,
ക്ഷീരധാര എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നു. വലിയ തിരക്കോടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. അനേകം ഭക്തർ പങ്കുചേരാൻ എത്തുന്നു. കൂടാതെ ശിവപാർവതി വിവാഹത്തെ പ്രതിനിധീകരിക്കുന്ന ചടങ്ങുകളും ഈ ദിവസത്തിൽ ഭംഗിയായി നടത്തപ്പെടുന്നു. വൈക്കം ക്ഷേത്രത്തിലെ തിരുവുത്സവം 10 ദിവസം നീളുന്ന ഒരു ഭംഗിയാർന്ന ആഘോഷമാണ്. ഉത്സവം കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്നു. തുടർന്ന് കപിലമുനിയുടെ പ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ നടത്തപ്പെടുന്നു. മഹാദേവനെ തപസ് ചെയ്യുന്നതിനു മുൻപ് ആവശ്യമായ തപസ്സിനുള്ള ഉപദേശങ്ങളും ശൈവവിദ്യയും ഖരൻ ലഭിച്ചത് കപില മഹർഷിയിൽ നിന്നാണെന്ന് ചില പുരാണ രേഖകൾ സൂചിപ്പിക്കുന്നു. രഥോത്സവവും ശ്രീബലിയും ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഈ ദിവസങ്ങളിൽ പഞ്ചവാദ്യവും ചണ്ടമേളവും ഉത്സവത്തിന് ഉത്സാഹവും ഭംഗിയും പകരുന്നു. ദീപാരാധനയോടെ ഭക്തിപൂർണമായ അന്തരീക്ഷത്തിൽ ആഘോഷങ്ങൾ മുന്നേറുന്നു. പ്രഭാത പൂജകൾ ക്ഷേത്രത്തിലെ ഏറ്റവും ശുദ്ധവും ശക്തവുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദിനചര്യ ആരംഭിക്കുന്നത് പുലർച്ചെ 3:30 നടക്കുന്ന പള്ളി ഉണർത്തലോടെയാണ്. ദേവനെ ഉണർത്തുന്ന ആദ്യ കർമ്മമായ ഇതോടെ ക്ഷേത്രത്തിന്റെ ദിനക്രമം ആരംഭിക്കുന്നു. തുടർന്ന് 4 മണിയോടെ നടതുറപ്പും നിർമ്മാല്യ ദർശനവും നടക്കുന്നു. രാത്രി മുഴുവൻ പൂജിച്ചിരുന്ന ലിംഗത്തെ ആദ്യമായി ദർശിക്കുന്ന ഈ സമയം അത്യന്തം പുണ്യകരമായി കരുതപ്പെടുന്നു. അതിനുശേഷം 4 മുതൽ 4:30 വരെ ഉഷപൂജ നടത്തപ്പെടുന്നു. ദിനത്തിലെ ആദ്യ പ്രധാന പൂജയായ ഇത് ഭക്തർക്ക് ശാന്തവും ആത്മീയവുമായ ദർശനസമയമാണ്. രാവിലെ 6:30-ക്ക് ശ്രീബലി നടക്കുന്നു. ക്ഷേത്രപ്രാകാരത്തിൽ ദേവന്റെ സാന്നിധ്യം പ്രദക്ഷിണം ചെയ്യിക്കുന്ന ഈ ചടങ്ങ് വേദമന്ത്രങ്ങൾ, ചങ്ങിലം, മദ്ദളം എന്നിവയുടെ അകമ്പടിയോടെ ഭക്തിപൂർണമായി നടക്കുന്നു. രാവിലെ പ്രധാന പൂജകൾ തുടരുമ്പോൾ 7:30-ക്ക് പന്തിരാടി പൂജ നടക്കുന്നു. സൂര്യന്റെ 12 ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഈ പൂജ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണ്. തുടർന്ന് 9 മണിയോടെ നവക പൂജ നടത്തപ്പെടുന്നു. നവഗ്രഹങ്ങളെയും നവർസങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ പൂജ ആരോഗ്യവും സമൃദ്ധിയും നൽകുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഉച്ചസമയത്ത് 10 മണിക്ക് ഉച്ചപൂജയും അഭിഷേകവും നടക്കുന്നു. ദിനത്തിലെ ഏറ്റവും പ്രധാന പൂജയായ ഇതിൽ പഞ്ചഗവ്യം, ധാരകൾ, പ്രത്യേക അഭിഷേകങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു. തുടർന്ന് 11:30-ക്ക് ഉച്ചശ്രീബലി നടക്കുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള ഈ ചടങ്ങ് ക്ഷേത്രത്തിലെ ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ ഒന്നാണ്. വൈകുന്നേരം 5 മണിയോടെ നടതുറപ്പ് നടക്കുകയും ക്ഷേത്രം വീണ്ടും ദർശനത്തിനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു. സന്ധ്യാസമയത്ത് 6:30-ക്ക് ദീപാരാധന നടക്കുന്നു. ദീപങ്ങൾ തെളിയിച്ചുള്ള ഈ മനോഹര പൂജ ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തുടർന്ന് 7 മണിക്ക് അത്താഴ പൂജ നടത്തപ്പെടുന്നു. ദേവന്റെ രാത്രി ഭക്ഷണ പൂജയായ ഇത് ശാന്തവും ഭക്തിപൂർണവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒടുവിൽ 8 മണിയോടെ അത്താഴ ശ്രീബലി നടക്കുന്നതോടെ ക്ഷേത്രത്തിലെ ദിനചര്യ സമാപിക്കുന്നു. പുരാണകഥ അനുസരിച്ച് ഖരാസുരൻ തന്റെ വലതുകൈയിൽ വൈക്കത്തപ്പനെയും ഇടതുകൈയിൽ ഏറ്റുമാനൂരപ്പനെയും വഹിച്ചിരുന്നു. കൈകൾ രണ്ടും നിറഞ്ഞതിനാൽ 3-ാമത്തെ ശിവലിംഗം അദ്ദേഹം തന്റെ വായിൽ കടിച്ചുപിടിച്ചാണ് കൊണ്ടുവന്നത്. ഈ ശിവലിംഗം കടിച്ചുപിടിച്ച നിലയിൽ അദ്ദേഹം എത്തിയ സ്ഥലമാണ് പിന്നീട് കടുത്തുരുത്തി എന്ന് അറിയപ്പെട്ടത്. കടുത്തുരുത്തി ക്ഷേത്രത്തിൽ വൈക്കത്തെപ്പോലെ കൃത്യമായ സമയക്രമം വിശദമായി പറയപ്പെടുന്നില്ലെങ്കിലും പ്രതിഷ്ഠയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഇവിടെ 2 പ്രധാന ഭാവങ്ങൾ ഒരേ സമയം നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അസുരനായ ഖരൻ തന്റെ വായിൽ കടിച്ചുപിടിച്ചു കൊണ്ടുവന്ന ശിവലിംഗം എന്നതിനാലും അത് അസുരൻ തന്നെ പൂജിച്ചതായും കരുതപ്പെടുന്നതിനാലും ഇവിടുത്തെ ചൈതന്യം അതീവ രൗദ്രമാണെന്ന് സങ്കല്പം നിലനിൽക്കുന്നു. ഈ ഉഗ്രഭാവം ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിന് വലിയൊരു ഗാംഭീര്യം നൽകുന്നു. അതേസമയം രൗദ്രഭാവമുള്ള പ്രതിഷ്ഠയാണെങ്കിലും ഇവിടെ ഭഗവാൻ കുടുംബസമേതനായി വാഴുന്നു എന്നതാണ് പ്രത്യേകത. ഭഗവാൻ തന്റെ മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും മധ്യേ പാർവതീസമേതനായി ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ സങ്കല്പം കാരണം ഭക്തർക്ക് ഇവിടെ അർദ്ധനാരീശ്വരഭാവവും ദർശിക്കാനാകും. ഇങ്ങനെ രൗദ്രതയും വാത്സല്യവും ഒരുപോലെ സംഗമിക്കുന്ന ഒരു അപൂർവ പ്രതിഷ്ഠയായി കടുത്തുരുത്തി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ കുടുംബത്തിലെ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും ഇവിടെ ദർശനം അത്യുത്തമമായി കരുതപ്പെടുന്നു. കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് തിരുവുത്സവം.
ഇത് 10 ദിവസം നീളുന്ന ഒരു മഹോത്സവമായി ആഘോഷിക്കപ്പെടുന്നു. ഉത്സവം കൊടിയേറ്റത്തോടെ ആരംഭിച്ച് ആറാട്ടോടെ സമാപിക്കുന്നു. ഈ ദിവസങ്ങളിൽ പഞ്ചവാദ്യവും ചെണ്ടമേളവും ഉത്സവത്തിന് വലിയ ഉത്സാഹവും ഭംഗിയും നൽകുന്നു. കപിലമുനിയുമായി ബന്ധപ്പെട്ട സ്മരണകളും ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഓർമ്മിക്കപ്പെടുന്നു. ദിനംപ്രതി ശ്രീബലിയും ദീപാരാധനയും ഭക്തിപൂർണമായ അന്തരീക്ഷത്തിൽ നടത്തപ്പെടുന്നു. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ആനയോട്ടം, അതായത് ആനകളുടെ വലിയ ഘോഷയാത്ര. ആയിരക്കണക്കിന് ഭക്തർ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു. അതിനാൽ ക്ഷേത്രപരിസരം മുഴുവൻ ഭക്തിസാന്ദ്രമായ ഒരു ആഘോഷാന്തരീക്ഷമായി മാറുന്നു. ശിവക്ഷേത്രമായതിനാൽ ശിവരാത്രി ഇവിടെ വളരെ ഭക്തിപൂർണമായി ആചരിക്കുന്നു. ഈ ദിവസം ഭക്തർ രാത്രി ഉറങ്ങാതെ പ്രാർത്ഥനകളും ജപങ്ങളും നടത്തുന്നു. പ്രത്യേക അഭിഷേകങ്ങൾ നടക്കുകയും ധാരകൾ, ജലധാര, ക്ഷീരധാര എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നു. വലിയ തിരക്കോടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. അനേകം ഭക്തർ പങ്കുചേരാൻ എത്തുന്നു. കൂടാതെ ശിവപാർവതി വിവാഹത്തെ പ്രതിനിധീകരിക്കുന്ന ചടങ്ങുകളും ഈ ദിവസത്തിൽ ഭംഗിയായി നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിലെ ദിനചര്യ ആരംഭിക്കുന്നത് പുലർച്ചെ 3:30 നടക്കുന്ന പള്ളി ഉണർത്തലോടെയാണ്. ദേവനെ ഉണർത്തുന്ന ആദ്യ കർമ്മമായ ഇതോടെ ക്ഷേത്രത്തിലെ ദിനക്രമം ആരംഭിക്കുന്നു. തുടർന്ന് 4 മണിയോടെ നടതുറപ്പും നിർമ്മാല്യ ദർശനവും നടക്കുന്നു. രാത്രി മുഴുവൻ പൂജിച്ചിരുന്ന ലിംഗത്തെ ആദ്യമായി ദർശിക്കുന്ന ഈ സമയം അതീവ പുണ്യകരമായി കരുതപ്പെടുന്നു. അതിനുശേഷം 4:30 മുതൽ 5 വരെ ഉഷപൂജ നടത്തപ്പെടുന്നു. ദിനത്തിലെ ആദ്യ പ്രധാന പൂജയായ ഇത് ഭക്തർക്ക് ശാന്തവും ഭക്തിപൂർണവുമായ ദർശനസമയമാണ്. രാവിലെ 8 മുതൽ 8:30 വരെ പന്തിരാടി പൂജ നടക്കുന്നു. സൂര്യന്റെ 12 ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഈ പൂജ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണ്. ഉച്ചസമയത്ത് 11 മുതൽ 11:30 വരെ ഉച്ചപൂജ നടക്കുന്നു. ദിനത്തിലെ ഏറ്റവും പ്രധാന പൂജയായ ഇതിൽ അഭിഷേകങ്ങൾ, ധാരകൾ, പഞ്ചഗവ്യം എന്നിവ നടത്തപ്പെടുന്നു. തുടർന്ന് 11:30 മുതൽ 12 വരെ ഉച്ച ശ്രീബലി നടക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് നടതുറപ്പ് നടക്കുകയും ക്ഷേത്രം വീണ്ടും ദർശനത്തിനായി തുറക്കപ്പെടുകയും ചെയ്യുന്നു. 6:30 മുതൽ 7 വരെ ദീപാരാധന നടക്കുന്നു. സന്ധ്യയിലെ ഏറ്റവും ഭക്തിപൂർണ നിമിഷമായി ഇത് കണക്കാക്കപ്പെടുന്നു. തുടർന്ന് 7:30 മുതൽ 8 വരെ അത്താഴപൂജ നടത്തപ്പെടുന്നു. ദിവസത്തിലെ അവസാന പൂജയായ ഇത് ശാന്തവും ഭക്തിപൂർണവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒടുവിൽ 8 മുതൽ 8:30 വരെ അത്താഴ ശ്രീബലി നടക്കുന്നതോടെ ക്ഷേത്രത്തിലെ ദിനചര്യ സമാപിക്കുന്നു. മാനിനെ ഏറ്റെടുത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഏറ്റുമാനൂർ എന്ന പേര് വന്നത്. ഖരാസുരൻ തന്റെ ഇടത് കൈയിൽ വഹിച്ചിരുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. കൂടാതെ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ഭഗവാൻ മാനിനെ കൈയിൽ ധരിച്ച രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഏറ്റുമാനൂരപ്പന്റെ ആരാധനാക്രമങ്ങളും സങ്കല്പങ്ങളും വൈക്കത്തപ്പനെപ്പോലെ തന്നെ അതീവ പ്രൗഢവും ഭക്തിസാന്ദ്രവുമാണ്. ഏറ്റുമാനൂരപ്പനെ പ്രധാനമായും പഞ്ചഭൂതങ്ങളുടെ അധിപനായി അഘോരമൂർത്തി സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കുന്നു. ഏറ്റുമാനൂരപ്പൻ പ്രഭാതത്തിൽ സദാശിവനായി വാഴുന്നു. ഇത് സർവോമംഗളകാരിയായ നിർമ്മലമായ മഹാദേവരൂപമാണ്. ഇത് പ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന എല്ലാവിധ മാലിന്യങ്ങളെയും അകറ്റി മനസ്സിന് ശുദ്ധിയും ഏകാഗ്രതയും നൽകുന്ന ഒരു ചൈതന്യമാണ്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും ഏറ്റുമാനൂരപ്പന്റെ പ്രഭാതദർശനം വളരെ നല്ലതാണ്. സദാശിവന്റെ അനുഗ്രഹം മനസ്സിനെ ശാന്തമാക്കുന്നു. വൈക്കത്തപ്പൻ പ്രഭാതത്തിൽ ഒരു ഗുരുവിനെപ്പോലെ നിങ്ങളുടെ ബുദ്ധിയെ തെളിയിക്കുമ്പോൾ ഏറ്റുമാനൂരപ്പൻ ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ ശാന്തനായ ഈശ്വരനെപ്പോലെ നിങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. വൈക്കത്തെ ദർശനം നിങ്ങളെ അറിവുള്ളവനാക്കുമ്പോൾ ഏറ്റുമാനൂരിലെ ദർശനം നിങ്ങളെ ശാന്തനാക്കുന്നു. ഏറ്റുമാനൂരപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം അഘോരമൂർത്തിയാണ്. ഇത് മഹാദേവന്റെ 5 മുഖങ്ങളിൽ ഏറ്റവും സംഹാരശേഷിയുള്ളതും അത്യന്തം ഭയപ്പെടുത്തുന്ന രൂപമാണ്. ദുഷ്ടശക്തികളെയും അധർമ്മത്തെയും നിശ്ശേഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അത്യുഗ്ര രൗദ്രഭാവം പൂണ്ട മഹാദേവ രൂപമാണിത്. വൈക്കത്തേക്കാൾ കൂടുതൽ ഭയഭക്തിജനകവും തീക്ഷ്ണവുമാണ് ഏറ്റുമാനൂരിലെ ഉച്ചപൂജാഭാവം. ഉച്ചപൂജ സമയത്ത്
ഭഗവാന്റെ ഈ ഭാവത്തെ ദർശിക്കുന്നത് ശത്രുദോഷങ്ങൾ അകറ്റാനും മനക്കരുത്ത് വർദ്ധിപ്പിക്കാനും ഉത്തമമായി കരുതപ്പെടുന്നു. ജീവിതത്തിൽ വലിയ ഭയങ്ങളോ അജ്ഞാതമായ ശത്രുക്കളോ മാറാരോഗങ്ങളോ ഉള്ളപ്പോഴാണ് അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പനെ ദർശിക്കുന്നത്. ഇത് ഭക്തനെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു. വൈക്കത്തെ ഉച്ചപൂജ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണെങ്കിൽ ഏറ്റുമാനൂരിലെ ഉച്ചപൂജ രക്ഷയ്ക്കായി ഭക്തർ ശരണം പ്രാപിക്കുന്ന സമയമാണ്. വൈക്കത്തപ്പൻ നിങ്ങളെ ഒരു വിജയിയാക്കാൻ സഹായിക്കുമ്പോൾ ഏറ്റുമാനൂരപ്പൻ നിങ്ങളുടെ ചുറ്റുമുള്ള സർവ്വദോഷങ്ങളെയും നശിപ്പിച്ച് നിങ്ങൾക്ക് അഭയം നൽകുന്നു. സന്ധ്യാസമയത്ത് ഭഗവാൻ നടരാജനായി നൃത്തം ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ആ സമയത്തെ ദീപാരാധനയിൽ ഭഗവാന്റെ രൂപം ദർശിക്കുന്നത് സർവ്വപാപവിമുക്തിക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സന്ധ്യ എന്നത് സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും അതിരിലാണ്. ഈ സമയത്ത് ഭഗവാൻ പ്രപഞ്ചത്തിന്റെ താളലയമായ ആനന്ദതാണ്ഡവം ആടുന്നു എന്നാണ് സങ്കല്പം. ഇവിടുത്തെ ദീപാരാധന ശിവന്റെ നൃത്തച്ചുവടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ്. ഈ ദർശനം മോക്ഷപ്രദമാണ്. ഭക്തന്റെ മനസ്സിനെ ലൗകികമായ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും പ്രപഞ്ചതാളവുമായി ലയിക്കാനും ഈ നൃത്തഭാവം സഹായിക്കുന്നു. ഏറ്റുമാനൂരിലെ ദീപാരാധനയ്ക്ക് ഒരു പ്രത്യേക താളവും ചൈതന്യവുമുണ്ട്. ആ ദീപങ്ങളുടെ തിളക്കത്തിൽ ഭഗവാൻ നൃത്തം ചെയ്യുകയാണെന്ന തോന്നൽ ഭക്തരിൽ അതീവ ആനന്ദം നിറയ്ക്കുന്നു. വൈക്കത്തെപ്പോലെ തന്നെ ഏറ്റുമാനൂരിലും കാശിക്ക് സമാനമായ വിശേഷങ്ങളുണ്ട്. വലിയ വിളക്ക്, കാശിയിൽ ഗംഗാ ആരതി ദർശിക്കുന്നത് എത്രത്തോളം പുണ്യമാണോ അതിനു തുല്യമാണ് ഏറ്റുമാനൂരിലെ ഒരിക്കലും അണയാത്ത വലിയ വിളക്ക് ദർശിക്കുന്നത്. കാശിയിലെ വിശ്വനാഥൻ അറിവിന്റെ പ്രകാശമായി നിലകൊള്ളുന്നതുപോലെ ഏറ്റുമാനൂരപ്പൻ ഈ വലിയ വിളക്കിന്റെ രൂപത്തിൽ ഭക്തരുടെ അജ്ഞാനത്തെ ദഹിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വിളക്കിലെ മഷി കണ്ണിലെഴുതുന്നത് കാശിയിലെ പുണ്യതീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നതിന് തുല്യമായി ഭക്തർ കരുതുന്നു. കാശിയിലെ വിശ്വനാഥന്റെ ഏറ്റവും ശക്തമായ ഭാവങ്ങളിലൊന്നാണ് അഘോരമൂർത്തി. ഏറ്റുമാനൂരിലും ഭഗവാൻ ഇതേ അഘോരഭാവത്തിലാണ് കുടികൊള്ളുന്നത്. വൈക്കത്ത് അന്നദാനത്തിലൂടെ കാശിപുണ്യം ലഭിക്കുമ്പോൾ ഏറ്റുമാനൂരിൽ സംഹാരരുദ്രന്റെ ദർശനത്തിലൂടെ സർവ്വപാപങ്ങളും നശിച്ച് മോക്ഷം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഏറ്റുമാനൂരും വൈക്കത്തും മഹാദേവന്റെ അഘോരമൂർത്തി സങ്കല്പമുണ്ടെങ്കിലും ഇവയ്ക്കിടയിൽ ഒരു പ്രധാന വ്യത്യാസം ഉണ്ടെന്നാണ് വിശ്വാസം. വൈക്കത്ത് ശിവലിംഗം വലതുകൈയിൽ പിടിച്ച രൂപത്തിലാണ്. ഇത് സൃഷ്ടിയെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ഏറ്റുമാനൂരിൽ ഇടതുകൈയിൽ ഉള്ള ശിവലിംഗമാണ്. ഇത് സംഹാരശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. തന്ത്രശാസ്ത്രപ്രകാരം ഇടതുകൈയിലെ ഈ പ്രതിഷ്ഠയ്ക്ക് അഘോരഭാവം കൂടുതൽ ശക്തമാണെന്ന് കരുതപ്പെടുന്നു. മറ്റൊരു പ്രത്യേകത, വൈക്കത്ത് അഘോരഭാവം ചില സമയങ്ങളിൽ മാത്രം പ്രകടമാകുമ്പോൾ ഏറ്റുമാനൂരിൽ ആ ഭാവം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. ദർശനഫലത്തിലും വ്യത്യാസമുണ്ട്. വൈക്കത്ത് ഭഗവാൻ ഭക്തർക്കു അനുഗ്രഹവും ഇഷ്ടഫലങ്ങളും നൽകുന്നു. എന്നാൽ ഏറ്റുമാനൂരിൽ അഘോരമൂർത്തിയായ ഭഗവാൻ ഭക്തന്റെ ഉള്ളിലെ അഴുക്കുകളെ ദഹിപ്പിച്ച് ആത്മീയ ശുദ്ധിയിലേക്ക് നയിക്കുന്നു. വൈക്കത്ത് അഘോരമൂർത്തി സങ്കല്പം ഉണ്ടെങ്കിലും അത് അന്നദാനത്തിലൂടെയും ദക്ഷിണാമൂർത്തി ഭാവത്തിലൂടെയും മൃദുവാക്കപ്പെട്ട ഒന്നാണ്. എന്നാൽ ഏറ്റുമാനൂരിൽ ആ ഭാവം അതിന്റെ പൂർണ്ണമായ തീക്ഷ്ണതയിൽ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റുമാനൂരപ്പൻ കൂടുതൽ ഉഗ്രനും ശക്തനുമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ആത്മീയ ഉയർച്ച നേടാനും സഹായകരമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. വൈക്കത്തഷ്ടമി പോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു അപൂർവ ദർശനമാണ് ഏറ്റുമാനൂരിലെ 8ാം ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഏഴരപ്പൊന്നാന ദർശനം. സ്വർണത്തിൽ തീർത്ത ആനകളുടെ ഈ വിസ്മയകരമായ എഴുന്നള്ളത്ത് കാശിയുടെ ഐശ്വര്യവും പ്രതാപവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് കാണാൻ ഒഴുകിയെത്തുന്ന ജനസാഗരം കാശിയിലെ ഉത്സവത്തിരക്കിനെ പോലും അനുസ്മരിപ്പിക്കുന്നതാണ്. ഈ ദർശനത്തിന് ചില അത്യന്തം പ്രത്യേകതകളുണ്ട്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏഴരപ്പൊന്നാനകൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭക്തർക്കായി പുറത്തെടുക്കുന്നത്. മഹാശിവരാത്രിക്ക് മുൻപുള്ള ആറാട്ട് ദിനത്തിലാണ് ഈ വിശേഷദർശനം നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഈ അപൂർവ കാഴ്ച കാണാൻ എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രനിധികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് ഒരു ദർശനം മാത്രമല്ല,
ഭക്തിയും ഐശ്വര്യവും ചേർന്ന ഒരു അതുല്യ അനുഭവമാണ്. ഏറ്റുമാനൂരിലെ തിരുവുത്സവം 10 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന അതിപ്രധാനമായ ഒരു ക്ഷേത്രോത്സവമാണ്. ഈ ഉത്സവത്തിന്റെ തുടക്കം കൊടിയേറ്റത്തോടെ ആണ് ആരംഭിക്കുന്നത്. അതോടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ വിശുദ്ധ ഊർജ്ജം നിറയുന്നു. ഉത്സവകാലത്ത് കപിലമുനിയുടെ സ്മരണയും പ്രത്യേകമായി അനുഷ്ഠിക്കുന്നു. ഭഗവാന്റെ അഭിഷേകങ്ങളിൽ പ്രധാനമായ രുദ്രാഭിഷേകം ഭക്തിയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ്. ദിവസേന നടക്കുന്ന ശ്രീബലി ദർശനം ഭഗവാന്റെ എഴുന്നള്ളത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമാണ്. ഉത്സവത്തിന്റെ സംഗീതാത്മകത ഉയർത്തുന്നത് പഞ്ചവാദ്യവും ചെണ്ടമേളവും ആണ്. അതിന്റെ ഗംഭീരത ക്ഷേത്രപരിസരം മുഴുവൻ നിറയ്ക്കുന്നു. 10ാം ദിവസത്തിൽ നടക്കുന്ന ആറാട്ടാണ് ഉത്സവത്തിന്റെ സമാപന ഘട്ടം. എന്നാൽ ഈ മുഴുവൻ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ഭക്തർ കാത്തിരിക്കുന്ന വിശേഷം പൊന്നാന ദർശനമാണ്. ഇത് വിശ്വാസവും ആചാരവും ഐശ്വര്യവും ചേർന്ന ഒരു അതുല്യ അനുഭവമായി മാറുന്നു. ശിവക്ഷേത്രമായതിനാൽ ഏറ്റുമാനൂരിൽ ശിവരാത്രി അത്യന്തം ഭക്തിപൂർണമായും ഭാവഗൗരവത്തോടെയും ആചരിക്കുന്നു. ഈ ദിവസം ഭക്തർ രാത്രി ഉറങ്ങാതെ പ്രാർത്ഥനകളും ഭജനങ്ങളും ജപങ്ങളും നടത്തുന്നു. പ്രത്യേക അഭിഷേകങ്ങൾ നടക്കുകയും ധാരകൾ, ജലധാര, ക്ഷീരധാര എന്നിവ സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേകമായ അഭിഷേകങ്ങൾ നടക്കുന്നു. അതിൽ പ്രധാനമായത് ധാര, ജലധാര, ക്ഷീരധാര എന്നിവയാണ്. ഈ അഭിഷേകങ്ങൾ ഭക്തിയുടെ ആഴവും ശുദ്ധിയും വർദ്ധിപ്പിക്കുന്നു. ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനൊപ്പം ശിവപാർവതി വിവാഹത്തെ പ്രതീകപ്പെടുത്തുന്ന പ്രത്യേക ചടങ്ങുകളും ഇവിടെ ആചരിക്കപ്പെടുന്നു. ഇതിലൂടെ ശിവരാത്രി ഒരു ഉത്സവം മാത്രമല്ല, ഭക്തിയുടെയും ആത്മീയ അനുഭവത്തിന്റെയും മഹോത്സവമായി മാറുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രഭാത പൂജകൾ അത്യന്തം ശുദ്ധവും ശക്തവുമായ ദൈവിക സമയമായി കണക്കാക്കപ്പെടുന്നു. ദിനചര്യയുടെ തുടക്കം പള്ളി ഉണർത്തലോടെയാണ്, പുലർച്ചെ ഏകദേശം 3:30. ഈ സമയത്ത് ഭഗവാനെ പ്രതീകാത്മകമായി ഉണർത്തുന്നതിലൂടെ ക്ഷേത്രത്തിലെ ദൈവിക ദിനക്രമം ആരംഭിക്കുന്നു. തുടർന്ന് 4 മണിയോടെ നടക്കുന്ന പ്രധാന ചടങ്ങാണ് നടതുറപ്പും നിർമ്മാല്യ ദർശനവും. രാത്രി മുഴുവൻ പൂജിച്ചിരുന്ന ശിവലിംഗത്തെ ആദ്യമായി ദർശിക്കുന്ന ഈ വിശുദ്ധ നിമിഷം അതീവ പുണ്യകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നിർമ്മാല്യ ദർശനം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ അനുഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് ഒരു ദർശനം മാത്രമല്ല, ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആദ്യത്തെ ദൈവിക സംഗമ നിമിഷമാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രഭാത പൂജകൾ ഭക്തിയുടെ ശുദ്ധിയും ശാന്തതയും നിറഞ്ഞ അത്യന്തം വിശുദ്ധമായ സമയങ്ങളാണ്. പുലർച്ചെ 4:30 നടക്കുന്ന ഉഷപൂജ ദിനത്തിലെ ആദ്യ പ്രധാന പൂജയാണ്. ഈ സമയത്ത് ഭക്തർക്ക് ശാന്തമായ ദർശനാനുഭവം ലഭിക്കുന്നു. പ്രഭാതത്തിന്റെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തേടുന്ന നിമിഷമാണിത്. തുടർന്ന് രാവിലെ നടക്കുന്ന പന്തിരാടി പൂജ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണ്. സൂര്യന്റെ 12 ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഈ പൂജ നടത്തുന്നത്. അതുകൊണ്ടുതന്നെ ഇത് അതീവ ശക്തമായ ദൈവിക സമയമായി കരുതപ്പെടുന്നു. ഇങ്ങനെ ഓരോ പ്രഭാത പൂജകളും ഭക്തന്റെ മനസ്സിനെ ശാന്തിയിലേക്കും ആത്മീയ ഉയർച്ചയിലേക്കും നയിക്കുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉച്ചപൂജകൾ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഘട്ടങ്ങളിൽ ഒന്നാണ്. പകൽ 12 മണിക്ക് നടക്കുന്ന ഉച്ചപൂജ ദിവസത്തിലെ ഏറ്റവും പ്രധാന പൂജയായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് പ്രത്യേക അഭിഷേകങ്ങൾ, ധാരകൾ, പഞ്ചഗവ്യം എന്നിവയോടെ ഭഗവാനെ ആരാധിക്കുന്നു. ഇത് അതീവ പവിത്രമായ ദർശനസമയമായി ഭക്തർ വിശ്വസിക്കുന്നു. തുടർന്ന് 12:30 നടക്കുന്ന ഉച്ചശ്രീബലി ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള പ്രധാന ചടങ്ങാണ്. ഇതിലൂടെ ഭഗവാന്റെ എഴുന്നള്ളവും അനുഗ്രഹവും ക്ഷേത്രപരിസരമാകെ വ്യാപിക്കുന്നതായി കരുതപ്പെടുന്നു. ഇങ്ങനെ ഉച്ചപൂജയും ശ്രീബലിയും ചേർന്ന് ക്ഷേത്രത്തിലെ ദിനചര്യയെ ആത്മീയമായ ഉന്നതതയിലേക്ക് നയിക്കുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സായാഹ്ന പൂജകൾ ദിനത്തിന്റെ സമാപനത്തിലേക്ക് ഭക്തിയെ നയിക്കുന്ന അത്യന്തം ശാന്തവും പവിത്രവുമായ ഘട്ടങ്ങളാണ്. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന നടതുറപ്പ് ക്ഷേത്രം വീണ്ടും തുറക്കുന്നതിന്റെ വിശുദ്ധ നിമിഷമാണ്. ഇതോടെ സന്ധ്യാപൂജകൾ ആരംഭിക്കുന്നു.
തുടർന്ന് 6:30-ക്ക് നടക്കുന്ന ദീപാരാധന സന്ധ്യയിലെ ഏറ്റവും ഭക്തിപൂർണമായ നിമിഷമായി കണക്കാക്കപ്പെടുന്നു. ദീപങ്ങളുടെ പ്രകാശത്തിൽ ഭഗവാന്റെ ദർശനം അതീവ പുണ്യകരമാണ്. രാത്രി 8 മണിക്ക് അത്താഴപൂജ നടക്കുന്നു. ഇത് ദിവസത്തെ അവസാന പ്രധാന പൂജയാണ്. തുടർന്ന് നടക്കുന്ന അത്താഴ ശ്രീബലി ക്ഷേത്രദിനത്തിന്റെ സമാപന ചടങ്ങായി ഭക്തർ അനുഭവിക്കുന്നു. ഇങ്ങനെ സായാഹ്ന പൂജകൾ ഭക്തിയെ സമാധാനത്തിലേക്കും ആത്മീയ പൂർണ്ണതയിലേക്കും നയിക്കുന്നു. കേരളത്തിലെ അതിപ്രധാനമായ ഒരു ഭക്തിപരമായ വിശ്വാസമാണ് ഒരു ദിവസം ഈ 3 മഹാദേവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത്. രാവിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. ഇത് ജ്ഞാനത്തിനായി സമർപ്പിക്കപ്പെട്ടതായി വിശ്വാസം. ഉച്ചയ്ക്ക് കടുത്തുരുത്തി തലയിൽ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. ഇത് കർമ്മസിദ്ധിക്കായി അനുഗ്രഹം നൽകുന്നതായി കരുതപ്പെടുന്നു. വൈകുന്നേരം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. ഇത് മോക്ഷപ്രാപ്തിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരേ ദിവസം സൂര്യോദയത്തിൽ നിന്ന് സൂര്യാസ്തമയത്തേക്ക് ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അതീവ ഫലദായകമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഐതിഹ്യപ്രകാരം ഖരൻ എന്ന അസുരൻ തന്റെ തപസ്സിലൂടെ നേടിയ 3 ശിവലിംഗങ്ങൾ ഈ 3 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നു. ഇത് വെറും ഒരു യാത്രയല്ല, ജ്ഞാനം, കർമ്മം, മോക്ഷം എന്ന ആത്മീയ യാത്രയുടെ പ്രതീകമാണ്. നമസ്കാരം. നമ്മുടെ ചാനലിൽ അടുത്തതായി ഒരു പുതിയ വീഡിയോ പരമ്പര ആരംഭിക്കുകയാണ്. കേരളത്തിലെ മഹാദേവ ക്ഷേത്രങ്ങൾ. കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളെ അടുത്തറിയാനാണ് ഈ യാത്ര. ഓരോ വീഡിയോയിലും ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രധാന ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പ്രധാന വഴിപാടുകൾ, ദർശന സമയം, യാത്ര, അവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ. ഇനി നിങ്ങളോടൊരു കാര്യം. നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതോ ആയ അധികം ആരും അറിയാത്ത എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള മഹാദേവ ക്ഷേത്രങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ആ ക്ഷേത്രങ്ങളെയും നമുക്ക് ഈ പരമ്പരയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഭക്തിയും അറിവും നിറഞ്ഞ ഈ പുതിയ യാത്രയ്ക്കായി എല്ലാവരും കാത്തിരിക്കുക. ഉടൻ കാണാം.